വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന, വ്യക്തി ജീവിതത്തെ സംബന്ധിക്കുന്ന ഒത്തിരിയേറെ ആവശ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എല്ലാം പുണ്യവാൻ്റെ സന്നദ്ധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി, എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനോടുള്ള ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആത്മീയ ശാരീരികമായ നന്മകളാലും അത്ഭുതരസിദ്ധികളാലും ജീവിതകാലത്ത് തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായെന്ന് ഞങ്ങളുടെ മധ്യേ സന്നിഹിതരായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സുഹൃതസമ്പന്നമായ ജീവിതത്താൽ അങ്ങേ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥതയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധിയുടെ വിളനിലമാവുകയും വേദപുസ്തക പഠനത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ സംപ്രീതരായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ പിതാവിനുള്ള ദൃഢമായ വിശ്വാസത്താലും പാരത്രിക ജീവിതത്തിലുള്ള സജീവമായ ശരണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്നേഹ പ്രാർത്ഥനകൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഹൃതങ്ങളിലും അനുദിനം വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയിൽ വിളങ്ങിയിരുന്ന ദാരിദ്ര്യാരൂപിയും ജീവിതലാളത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവിക ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും മർദ്ദവരുടെ ആശ്വാസമായി അധ്വാനിക്കുവാനും ദിനരാത്രികൾ ചിലവഴിച്ച വിശുദ്ധ അന്തോണീസേ, വിശ്വാസത്തിന് സമാധാനത്തിനും എതിരായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകടങ്ങൾ ചെറുകിയ യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥ ശിശുക്കളുടെ ആശാകേന്ദ്രവുമായ അങ്ങ് ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ ആവശ്യമായ പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും അപേക്ഷകളും സമർപ്പിക്കേണ്ട നിമിഷമാണിത്. നമുക്കെല്ലാവർക്കും തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ നമ്മുടെ ഓരോ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഒത്തിരി പ്രാർത്ഥനാവശ്യങ്ങൾ നമ്മുടെ മുൻപിൽ എത്തിയിട്ടുണ്ട്. ഒത്തിരി അപേക്ഷകളുണ്ട് നമ്മുടെ മുമ്പിൽ.
ആ അപേക്ഷകളെല്ലാം നമുക്ക് ചേർത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഈ നിയോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഈ അപേക്ഷകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നിയോഗങ്ങളും ഞങ്ങളുടെ അപേക്ഷകളും അങ്ങ് സാധിച്ചു തരണേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നിയോഗങ്ങളും വായിച്ച് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധമുണ്ടാകും. അങ്ങനെ ബന്ധമുള്ള നിയോഗങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരും എന്ന് ചിന്തിച്ചുകൊണ്ടും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മുമ്പിൽ പ്രാർത്ഥനകൾ, അപേക്ഷകൾ പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളും അവരുടെ സങ്കടങ്ങളിൽ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ താങ്ങായി തണലായി അതോടൊപ്പം തന്നെ അപേക്ഷകൾക്ക് ഉത്തരമായി കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടെ വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷകൾ വായിച്ചു കേൾക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയിലും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ ദിവസത്തെ വിശുദ്ധ കുർബാനയിലും അതോടൊപ്പം ചൊവ്വാഴ്ച ദിവസങ്ങളിലെ നൊവേന പ്രാർത്ഥനയിലും പ്രത്യേകമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഈ നിയോഗം അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ പേര് ജെൻസി എന്നാണ്. അച്ഛാ, എൻ്റെ ആങ്ങളയ്ക്ക് 41 വയസ്സായി. വിവാഹം നടന്നിട്ടില്ല. അതുമൂലം ഒത്തിരി വേദന വീട്ടിൽ അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്. വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയും കടബാധ്യത മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അച്ഛാ എനിക്ക് വേണ്ടി, എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, അച്ഛൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ പേര് ജിനി എന്നാണ്. ഭർത്താവും 2 മക്കളുമുണ്ട്. മകൾ നഴ്സിംഗ് കഴിഞ്ഞു, മകൻ ജർമ്മൻ പഠിക്കുന്നു. 2 പേർക്കും നല്ല ജോലി നൽകാനും ഭർത്താവിൻ്റെ ഇടയ്ക്കുള്ള മദ്യപാനശീലം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും കുടുംബത്തിലെ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതിന് വേണ്ടിയും ശാരീരിക അസ്വസ്ഥതകൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സിമി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ പ്രാർത്ഥനയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞങ്ങൾക്ക് 52 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. ആ കടബാധ്യത നീട്ടിക്കിട്ടുന്നതിന് വേണ്ടിയും നല്ലൊരു ജോലി എൻ്റെ ഭർത്താവിന് ലഭിക്കുന്നതിന് വേണ്ടിയും, ഷൈജു എന്നാണ് ഭർത്താവിൻ്റെ പേര്, ഭർത്താവിന് ലഭിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ പേര് അന്ന റോസ് എന്നാണ്. പഠിക്കുവാനുള്ള ബുദ്ധിക്ക് വേണ്ടിയും അതോടൊപ്പം നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രീജി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛൻ, എൻ്റെ മകൾ അജീന മാൾട്ടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വിസയ്ക്ക് കാത്തിരിക്കുകയാണ്. പക്ഷേ വിസയുടെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. അത് ശരിയായി കിട്ടുന്നതിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മകൻ്റെ കൂട്ടുകെട്ട് നല്ലതാകുന്നതിന് വേണ്ടിയും തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിലൊന്നും പെടാതിരിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അച്ഛൻ, ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി കടബാധ്യതയുണ്ട്, അത് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ പേര് മേരി എന്നാണ്. എൻ്റെ വീടിൻ്റെ ആധാരം പണയത്തിലാണ് ഇരിക്കുക. അത്രയും സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. ഞങ്ങളുടെ കടബാധ്യത മാറിക്കിട്ടുന്നതിന് വേണ്ടിയും ആ വീടിൻ്റെ ആധാരം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയും വീട്ടിലെ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അച്ഛൻ എനിക്ക് വേണ്ടിയും എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും പ്രാർത്ഥിക്കണേ. ഒത്തിരി വലിയൊരു ലെറ്ററാണ്. അതിൻ്റെ ഉള്ളടക്കം മാത്രമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. കാരണം 2018 വെള്ളപ്പൊക്കം വന്ന് എല്ലാം നശിച്ചതും അവരുടെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതികളൊക്കെ നഷ്ടമായതുമൊക്കെ എഴുതിയ ഒരു വലിയ ലെറ്ററാണ്. പക്ഷെ ഞാനെല്ലാം വായിക്കുന്നില്ല. അത് വായിക്കാനുള്ള സമയവും നമുക്കില്ല. 2 പേജിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ്റെ ഉള്ളടക്കം മാത്രം, അച്ഛൻ നേരത്തെ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളടക്കം മാത്രം അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഫ്രാൻസിസ്, ബീന, അലക്സ്, ഏഞ്ചൽ എന്നൊരു കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകമായിട്ട് കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ മാറുവാൻ വേണ്ടിയും
ഈ അലക്സ് എന്ന മകന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. ദൈവത്തിന് മുമ്പിൽ ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ചൻ്റെ പേര് അഗസ്റ്റിൻ ജോജോ എന്നാണ്. മാൾട്ടയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ വിസയുടെ കാര്യങ്ങൾക്ക് ശരിയാകാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലിൻഡ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. ഭർത്താവിൻ്റെ മദ്യപാന ശീലം മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. ദൈവത്തിന് മുമ്പിൽ ആ മകളെ സമർപ്പിച്ച് ഭർത്താവിനെ സമർപ്പിച്ചും പ്രാർത്ഥിക്കാം. ലിൻഡ ജോജോ ആ മകളുടെ പ്രാർത്ഥന തന്നെയാണ്. അച്ഛൻ്റെ നിയോഗം തലവേദന, വർഷങ്ങളായിട്ട് അലർജി, വയറുവേദന ഇതൊക്കെയുണ്ട് എനിക്ക്. അതിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും കുടുംബസമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയും അസുഖങ്ങൾ പൂർണ്ണമായി സുഖപ്പെടുന്നതിന് വേണ്ടിയും അച്ഛൻ നൊവേനയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അച്ഛൻ്റെ പേര് ഷീല സേവിയർ എന്നാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ബന്ധനങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും തടസ്സങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ, എന്നും പ്രശ്നങ്ങളാണ്, വഴക്കുമാണ് വീട്ടിൽ. അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാനും ബന്ധനങ്ങൾ അകറ്റിക്കിട്ടാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് എൽസ മരിയ എന്നാണ്. നന്നായിട്ട് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയും നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയും വിദേശത്ത് പോകുന്നതിന് വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലില്ലി എന്ന് പറയുന്ന ഒരു മകളുടെ ആവശ്യമാണ്. അച്ഛാ അടുത്ത ജാനുവരിയിൽ എൻ്റെ മകളുടെ കല്യാണമാണ്. അതിനെ ഓർത്ത് വീട്ടിലെന്നും വഴക്കും ബഹളവും ഒച്ചപ്പാടൊക്കെയാണ്. അച്ഛാ എൻ്റെ മകളുടെ എല്ലാ കാര്യങ്ങളും ശരിയാകുന്നതിന് വേണ്ടിയും അവളുടെ വിവാഹം എത്രയും ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒത്തിരി സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്, അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അഖില എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛാ ഞാൻ MBBS കഴിഞ്ഞിരിക്കുകയാണ്. റഷ്യയിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഒരു എക്സാം എഴുതണം, എക്സാം പാസ്സാകണം. ആ എക്സാം വളരെ ടഫാണ്. അത് പാസ്സാകുന്നതിന് വേണ്ടിയും പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങളുടെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. നോബി എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. വിദേശത്തേക്കുള്ള ജോലി എത്രയും പെട്ടെന്ന് ശരിയാകുന്നതിന് വേണ്ടിയും കടബാധ്യത മാറിക്കിട്ടുന്നതിന് വേണ്ടിയും മകൾ ഫൗസ്റ്റീനായുടെ പഠന വൈകല്യം മാറുന്നതിന് വേണ്ടിയും സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ. ആൾഡ്രിൻ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനാ നിയോഗമാണ്. ആ മകന് അലർജി പ്രശ്നങ്ങളുണ്ട്. ആ അലർജി പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും ആ മകൻ നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ മകന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക്. ആൽവിൻ എന്ന് പറയുന്ന മകൻ്റെ പ്രാർത്ഥനയാണ്. ഡിഗ്രി 5th സെം നടക്കുന്നു. അതിൻ്റെ പരീക്ഷകൾ കടന്നു വരാൻ പോകുന്നു. അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എല്ലാ കാര്യങ്ങളും ശരിയാകാൻ വേണ്ടി അച്ഛൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏലിയ എന്ന് പറയുന്ന ഏലിയ കുഞ്ഞുവറീത് നിയോഗം രോഗാവസ്ഥയാണ്. രോഗാവസ്ഥകളിൽ നിന്ന് വിടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ലത എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന ആവശ്യം സ്ഥലം വിറ്റ് കടബാധ്യത മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു.
MK ആൻ്റണി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി കടബാധ്യതയുണ്ട്. അതിൽ നിന്ന് കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി, പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടി, കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നിയോഗങ്ങൾ സമർപ്പിക്കാം. സിജോ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. അച്ഛാ, എനിക്ക് 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് മാനസികമായിട്ട് വൈകല്യങ്ങളുണ്ട്. അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയും എൻ്റെ ജോലി തീർച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ സിജോയെയും കുടുംബത്തെയും 2 മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലിജോ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. ജോലിയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും മക്കൾ 2 പേര് ഹാരിൻ, ആരോൺ, അവരുടെ പഠനങ്ങൾ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഐവിൻ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. വിദേശത്തേക്ക് പോകാനായിട്ട് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ എന്നും തടസ്സങ്ങളാണ് അച്ഛാ. എനിക്ക് വേണ്ടിയും എൻ്റെ കൂടെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാരന് വേണ്ടി കൂടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അന്ന എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. ജർമ്മൻ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പാസ്സാകാൻ വേണ്ടി ജിനുവച്ച പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഫിലോമന എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. കുടുംബത്തിൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അയന എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. പരീക്ഷകളിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. ഷോളി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. വിദേശത്ത് പോകാനും ഒരു നല്ല ജോലി ലഭിക്കുവാനും പോകാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മമിത എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ആ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും, അപ്പൻ്റെ മദ്യപാനശീലം മാറുന്നതിന് വേണ്ടിയും, അപ്പൻ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒരു ജെസ്സി എന്ന് പറയുന്ന മകളുടെ പ്രാർത്ഥനയാണ്. എൻ്റെ മകൾക്ക് വിവാഹത്തിന് എപ്പോഴും ഇഷ്ടമില്ല. വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്നും അവൾ തടസ്സമാണ് പറയുക. ആ തടസ്സം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അവൾ നല്ലൊരു ജീവിത പങ്കാളി ലഭിച്ച് വിവാഹിതയാകുന്നതിന് വേണ്ടിയും സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഉള്ളൊരു പ്രശ്നമാണ്, പല മക്കൾക്കും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ആ മക്കളെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എൽസി വർഗീസ് എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛൻ ദീർഘനാളായിട്ട് എനിക്ക് തലവേദനയും വയറുവേദനയും ഉണ്ട്. അത് മാറിക്കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആൻഡ്രിയ മരിയ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു മകളാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. അവളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൻ്റെ അമ്മയുടെയും വഴക്ക് മാറണം, കുടുംബത്തിലെന്നും സമാധാനം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് അവൾ പ്രാർത്ഥന ചോദിച്ചിരിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലില്ലി റാഫേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. എൻ്റെ മകൻ്റെ മദ്യപാനശീലം മാറിക്കിട്ടാൻ വേണ്ടി. ഇന്ന് ഒത്തിരി മക്കൾ, യുവാക്കൾ മദ്യപാനത്തിനും പുകവലിക്കും ഡ്രഗ്സിനും ഒക്കെ അടിമയായിട്ട് ജീവിതം നശിപ്പിക്കുന്നുണ്ട്. പലയിടത്തു നിന്നും പല നിയോഗങ്ങളും അച്ഛൻ എല്ലാ ദിവസവും ഇപ്പോൾ കുർബാനയും അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നൊവേനയും ഇടുമ്പോൾ ഒത്തിരി മക്കൾ പ്രാർത്ഥനാവശ്യം പറയുന്നത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. യുവാക്കളുടെ ഡ്രഗ്സിൻ്റെ ഉപയോഗം, മക്കളുടെ മദ്യപാനശീലം, പുകവലി ശീലം, ഇതൊക്കെ കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. നമ്മുടെ മക്കളെയൊക്കെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പുണ്യവാൻ്റെ സംരക്ഷണയുടെ തണലിൽ ആ മക്കളെ കാത്തുകൊള്ളണേന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രത്യേകമായിട്ട് ഡ്രഗ്സിനും മദ്യത്തിനും പുകവലിക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറയെ തമ്പുരാൻ്റെ മുമ്പിൽ വിട്ടുകൊടുത്തുകൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. അൽഫീന എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. നന്നായിട്ട് പഠിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിക്കാം.
സോണി എന്ന് പറയുന്ന ഒരു മകൻ്റെ കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മെജോ എന്ന് പറയുന്ന ഒരു മകൻ പ്രത്യേകമായിട്ട് അപ്പൻ്റെ കുടിയും ദുശീലങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയും ഉത്തരവാദിത്തമുള്ള ഒരു അപ്പനായിട്ട് മാറുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്ഥിരമായിട്ടൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി ബാബു എന്ന് പറയുന്നൊരു സഹോദരനാണ് അത് എഴുതിയിരിക്കുക. അത് ജോലി ലഭിക്കുവാൻ വേണ്ടിയും മക്കൾ രണ്ടുപേരും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇമ്മാനുവേൽ, ഇവാൻ എന്നാണ് അവരുടെ രണ്ടുപേരുടെയും പേര്. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ആഷ്ലി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ആൻമരിയ എന്ന മകള് നഴ്സിംഗിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എക്സാമിൽ നന്നായിട്ട് മാർക്ക് ലഭിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സെബാസ്റ്റ്യൻ എന്ന് പറയുന്നൊരു മകൻ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രത്യേകമായിട്ട് ജസ്വിൻ എന്ന് പറയുന്നൊരു മകൻ ഒരു ലോൺ വെച്ചിട്ട് അത് എത്രയും വേഗം കിട്ടുന്നതിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജിയ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനാ സഹായം. അച്ഛൻ, എൻ്റെ മകൾക്ക് ഫോൺ അഡിക്ഷൻ കൂടുതലാണ്. അവൾ എപ്പോഴും ഫോണിന് അടിമയാണ്, നിരന്തരം ഫോൺ ഉപയോഗിക്കലാണ്. എൻ്റെ ഫോൺ എടുത്തിട്ടാണ് അവൾ ഉപയോഗിക്കുക. എന്തു പറഞ്ഞാലും ഫോൺ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാലും വഴക്കും ഒച്ചപ്പാടുമാണ് വീട്ടിൽ. എൻ്റെ മകളുടെ ഫോൺ അഡിക്ഷൻ മാറിക്കിട്ടുന്നതിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒത്തിരി മക്കൾക്കുള്ളൊരു കുഴപ്പമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഫോണിന് അടിമയാണ്. ഫോൺ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ കൂടി വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ ഒക്കെ മക്കൾ അതിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് മറിയാമ്മ എന്നാണ്. എനിക്ക് 4 വലിയ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അച്ഛാ. അതുമൂലം എനിക്ക് എല്ലിനൊക്കെ തേയ്മാനമുണ്ട്. ആ തേയ്മാനത്തിൻ്റെ പ്രശ്നം കാണാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളും വേദനയും ഞാൻ അനുഭവിക്കുന്നു. അച്ഛൻ നിയോഗ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രത്യേകമായിട്ട് പുണ്യവാൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആഷ്ലി ലിൻസസ് എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. മക്കളുടെ പഠനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പൗലോസ് എന്നൊരു മകൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അതുല്യ എന്ന മകള് വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ജിഷ വിപിൻ എന്ന വ്യക്തി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് ബ്രദറായിട്ടുള്ള എൽദോ ജോണിന് ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ വേണ്ടി, വിവാഹ തടസ്സം മാറാൻ വേണ്ടി എൽദോയുടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സിനി ഷാജു എന്ന് പറയുന്ന ഒരു വ്യക്തി കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അന്തോണി എന്ന മകൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഡിസ്നി എന്ന് പറയുന്നൊരു മകള് പ്രാർത്ഥന ആവശ്യം, സഹോദരൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ നിയോഗങ്ങൾ സമർപ്പിക്കാം. വിജു വളപ്പിൽ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥന സഹായം, മകൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാനും വിദേശത്ത് പോകാനും വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സിസ്റ്റർ ലൈബി എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ്. ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൽ പാസ്സാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മേരി എന്ന് പറയുന്ന ഒരു മകള് ഒരു ഭവനം പണിതുകൊണ്ടിരിക്കുന്നു. ആ ഭവനത്തിൻ്റെ പണി എത്രയും പൂർത്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അഗസ്റ്റിൻ എന്നൊരു മകൻ മുഖത്തെ അലർജിയും മുടികൊഴിച്ചിലും ഒക്കെ മാറുന്നതിന് വേണ്ടിയും മനസ്സിനിണങ്ങിയ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എബി എന്ന് പറയുന്ന ഒരു മകൻ ദൈവ പദ്ധതി പ്രകാരം എനിക്കായി നിശ്ചയിക്കപ്പെട്ടൊരു ജീവിത പങ്കാളിയെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. അലീന കെ ആൻ്റണി, എനിക്ക് പ്രത്യേകമായിട്ട് ഒരു എക്സാം കടന്നു വരുന്നുണ്ട്. ആ എക്സാമിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അലീഷ കെ ആൻ്റണി നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രത്യേകമായിട്ട് വിനി എന്ന് പറയുന്ന ഒരു മകള്, ആ മകളുടെ പ്രാർത്ഥന സഹായം, എൻ്റെ സഹോദരൻ സനുവിൻ്റെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഒരു വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടി ബിനൂബ് എന്ന് പറയുന്നൊരു മകൻ, ആ മകൻ്റെ പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. സലോമി എന്ന് പറയുന്നൊരു മകള് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നത് മകൻ ദൈവവിശ്വാസത്തിൽ വളരുവാനും അതോടൊപ്പം വീടിൻ്റെ പണി എന്നും പൂർത്തീകരിക്കുവാൻ വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. റാണി എന്ന് പറയുന്നൊരു മകള്, എൻ്റെ ചേച്ചി ശ്രുതി തലയിൽ ഒരു എല്ല് വളർന്നത് മൂലം ഓപ്പറേഷൻ നടത്തി, അത് കഴിഞ്ഞ് ബയോപ്സിക്ക് അയക്കുകയും ചെയ്തു. റിസൾട്ടിൽ യാതൊരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയും
ചേച്ചി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയും സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് റാണി എന്ന മകൾക്ക് വേണ്ടിയും ശ്രുതി എന്ന മകൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ജിപ്സൺ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. വിദേശത്ത് പോകാനും ജോലി ലഭിക്കുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. രേഷ്മ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. ജോലി തടസ്സം മാറുന്നതിന് വേണ്ടിയും വീട് പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ആൻ്റണി സോബിൻ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. വിവാഹ തടസ്സം മാറുന്നതിനും ജോലി പെർമനൻ്റ് ആകുന്നതിനും വേണ്ടിയും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആരോൺ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. അച്ഛാ, ഞാൻ എല്ലാ തിന്മയ്ക്കും അടിമയാണ്. പുള്ളിയുടെ തന്നെ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. മദ്യപാനം, പുകവലിയും ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. അത് മാറാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മേഴ്സി എന്ന് പറയുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. എൻ്റെ മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. അവന് കാർഡ് കിട്ടി നാട്ടിൽ വരുവാനും നല്ലൊരു വധുവിനെ കണ്ടെത്തി വിവാഹം നടക്കുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ബേബി ജോർജ് എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. കുടുംബ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. ജോഷി കണ്ടത്തിൽ പറമ്പിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എൻ്റെ മകൾ സിസിലി വർഷയ്ക്ക് IELTS കിട്ടി വിദേശത്ത് നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ. രണ്ടാമത്തെ മകൾ ഡെലീഷയ്ക്ക് അനുയോജ്യമായൊരു ജോലി സാധ്യതയുള്ള കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ. 30 വയസ്സിന് മുമ്പ് സ്വന്തമായൊരു ജോലി നേടുവാൻ. എൻ്റെ ഭാര്യയുടെ കാലുവേദന മാറുവാൻ. തൊഴിൽ മേഖലയിൽ വളർച്ചയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. സെർവിൻ എന്നൊരു മകന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി. മേരി ഐശ്വര്യ എന്ന മകള് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി. ഷാനി എന്നൊരു മകള് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി. സാബു ജോസഫ് എന്നൊരു മകൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് മകൻ്റെ മദ്യപാന ശീലവും പുകവലി ശീലങ്ങളും മാറി ദൈവവിശ്വാസമുള്ളൊരു മകനായി തീരാൻ വേണ്ടി. മേരി ജോൺ എന്നൊരു മകൾ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് കുടുംബ സമാധാനത്തിന് വേണ്ടി. ജെസ്ലി എന്ന് പറയുന്നൊരു മകള് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് ഉചിതമായിട്ടുള്ളൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സന എന്ന് പറയുന്നൊരു മകള് പപ്പയുടെ മദ്യപാനശീലം മാറുന്നതിന് വേണ്ടി ജിനുവച്ച പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗം സമർപ്പിക്കാം. ലൂസി എന്ന് പറയുന്നൊരു മകള് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് കുടുംബത്തിൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി. ഒരു പഠന വൈകല്യമുള്ളൊരു മകന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന ഒരു അമ്മയാണ്. റോസി എന്നൊരു അമ്മ പ്രത്യേകമായിട്ട് മക്കള് ദൈവവിശ്വാസത്തിൽ വളരാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സോന എന്ന് പറയുന്ന ഒരു മകള് പ്രത്യേകമായിട്ട് വിദേശത്ത് പോകാനും ജോലി ലഭിക്കാനും വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഫെബിൻ എന്ന് പറയുന്ന ഒരു മകൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ഭാര്യയ്ക്ക് സുഖപ്രസവം ഉണ്ടാകാൻ വേണ്ടിയും കുഞ്ഞിനെ യാതൊരുവിധ കുഴപ്പങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയും ജിനുവച്ച പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗം സമർപ്പിച്ച്. സോമേഷ് എന്ന് പറയുന്ന ഒരു മകൻ വിസയുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി. ബൈജു എന്ന് പറയുന്ന ഒരു മകൻ ഒരു വീട് പണിയാൻ വേണ്ടിയും ഒരു സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ലിൻസി എന്ന് പറയുന്ന ഒരു മകള് നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ജോലി ആയിട്ടില്ല, ജോലി ലഭിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സാബു എന്ന് പറയുന്ന ഒരു മകൻ വീടും സ്ഥലവും വിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. ഗ്രീഷ്മ എന്നൊരു മകള് ഒരു ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ആൻമരിയ എന്ന മകള് അമ്മയുടെ നടുവേദന മാറാൻ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ നിയോഗങ്ങൾ മുഴുവൻ സമർപ്പിക്കാം. ഷേർലി എന്നൊരു മകള് മകൻ്റെ അലർജി പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച്. സാൽവിയാസ് എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. അവന് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. സാൽവിയാസ് എന്ന മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തങ്കച്ചൻ എന്നൊരു മകൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്
കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മേരി മാർഗരറ്റ് എന്ന് പറയുന്നൊരു മകള്, എൻ്റെ മകന് വിദേശത്ത് ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ ആങ്സൈറ്റി ടെൻഷനൊക്കെ എൻ്റെ മകന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഈ നിയോഗങ്ങൾ മുഴുവൻ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കർത്താവേ, യാചന കേൾക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് സിനി ആൻ്റണി എന്നാണ്. എൻ്റെ ഭർത്താവിന് കിഡ്നി രോഗം മാറുന്നതിന് വേണ്ടിയും എൻ്റെ ആങ്ങളയുടെ കല്യാണം നടക്കുന്നതിന് വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അന്ന മരിയ എന്ന പറയുന്നൊരു മകള് 10ാം ക്ലാസ്സിലേക്ക് ചേരുന്നു. നല്ല മാർക്കോട് നന്നായിട്ട് പഠിക്കാനും നല്ല വിജയ ശതമാനം ഉണ്ടാകാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ്. കുടുംബത്തിലെ എന്നും മക്കൾ തമ്മിൽ വഴക്കാണ്, രണ്ടുപേരും ചേരുന്നില്ല. 2 സഹോദരങ്ങൾ തമ്മിൽ ചേരാത്തത് മൂലം വീട്ടിലെന്നും പ്രശ്നവും വേദനയുമാണ്. അച്ഛാ ഈ ഒരു അമ്മയുടെ കണ്ണീര് കണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മക്കളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ബ്ലസ്സൻ ആൻഡ് ബിനു എന്ന ഓക്കെ, അവർ 2 മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തെരേസ എന്ന മകളുടെ പ്രാർത്ഥനയാണ്. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയുടെ അൾത്താരയുടെ മുമ്പിൽ ഞാൻ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിക്കണേ. ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ വീട്ടിലൊത്തിരി കടബാധ്യതയുണ്ട്, കടബാധ്യത മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എൻ്റെ മകന് 41 വയസ്സായി, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ മകന് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ മകന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സുമി എന്ന് പറയുന്നൊരു മകളുടെയാണ്. എൻ്റെ മകന് സ്കിന്നിന് അസുഖമുണ്ട്. 1ാം വയസ്സിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ അവൻ 5 വയസ്സായി, ഇപ്പോഴും മാറിയിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇതാണ്. എൻ്റെ മകൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. എൻ്റെ മകനും മകൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും എനിക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാൻ പ്രാർത്ഥിക്കണേ. എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. കടബാധ്യതയുണ്ട് അച്ഛ, 15 ലക്ഷം രൂപ, അത് മാറിക്കിട്ടാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പീറ്റർ എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥനയാണ്. വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഡെല്ല എന്നൊരു മകൾക്ക് ഒരു ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സിന്ധു ജോയ് എന്ന് പറയുന്നൊരു വ്യക്തി വയറ്റിലെ മുഴ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ജോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എവലിൻ എന്ന് പറയുന്നൊരു മകള് പ്രത്യേകമായിട്ട് പരീക്ഷകളിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ലിനി അഖിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടിയും വിദേശത്തായിരിക്കുന്ന മകന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗിൽഡ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. കടബാധ്യത മാറാൻ, കുടുംബത്തിന് ഒരു വഴിപ്രശ്നമുണ്ട്, ആ വഴിപ്രശ്നം മാറിക്കിട്ടാൻ, മക്കൾ നന്നായിട്ട് പഠിക്കാൻ, എബിൻ്റെയും സ്റ്റെഫിയുടെയും പ്രത്യേകമായിട്ടുള്ള പഠന കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലിൻസി എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. വീടിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. റോബിൻ എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വാശിയും അനുസരണക്കേടൊക്കെ മാറ്റി നല്ല മകനായി വളരാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. ജോൺ എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥനയാണ്. അച്ഛൻ ഞാൻ ഓട്ടോ ഓടിക്കുകയാണ്, എന്നും വീട്ടിലെ കടബാധ്യതയാണ്. എൻ്റെ ഓട്ടോയ്ക്ക് ഓട്ടോ ഉണ്ടാകാനും എൻ്റെ വീട്ടിലെന്നും സന്തോഷത്തോടെ ജീവിക്കാനും എൻ്റെ ജോലിയിൽ വളർച്ച ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജിയ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. എൻ്റെ ഭർത്താവിന് എന്നും സ്ഥിരമായിട്ടൊരു ജോലി കിട്ടാൻ അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഷീബ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. വീട് വിറ്റ് കിട്ടാനും അതോടൊപ്പം തന്നെ നല്ലൊരു വീട് പണിയാനും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ലിസ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രശ്നമാണ്. എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്, അതുമൂലം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. ബിൻസി എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. നല്ല ജോലി ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഈ നിയോഗങ്ങൾ മുഴുവൻ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ മുഴുവൻ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ.
പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥനാ നിയോഗമുള്ളത് സുഹൃത്തുക്കളുടെ വഞ്ചനയിൽ അകപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ഒരു മകന് വേണ്ടിയും അതുമൂലം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു മകൾക്ക് വേണ്ടിയും പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് നൊവേനേറ്റെടുത്ത് നടത്തുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. റോയി വെളിയിൽ ഒരു വീടിൻ്റെ കാര്യങ്ങൾ ശരിയാകാൻ, ജോലി ശരിയാകാൻ. പിനോജ് വെള്ളാപ്പള്ളി നന്ദി സൂചകമായിട്ട് കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജസ്ന കളപ്പുരയ്ക്കൽ എക്സാം പാസ്സാകാൻ. സോഫി ജോളിച്ചൻ കൂവക്കാട്ട് കുടുംബത്തിന് വേണ്ടി. മരിയ കാര്യവളുടെ കുടുംബത്തിന് വേണ്ടി. അരുൺ സാം, അഗസ്റ്റിൻ സാം അവരുടെ മക്കളുടെ പരീക്ഷകൾ, ജോലിയുടെ കാര്യങ്ങളൊക്കെ ശരിയാകാൻ. സ്നേഹ ടോണി ഇടത്തിനകം സ്ഥിരമായിട്ടൊരു ജോലി ലഭിക്കാൻ, സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഒരു വിശ്വാസ ഉദ്ദിഷ്ട കാര്യത്തിന് ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ്. 3 മക്കളുടെ ഒരു അമ്മ മക്കളുടെ പഠനമൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രത്യേകമായിട്ടൊരു ആക്സിഡൻ്റ് കേസുള്ളത് അഖിൽ രാജ് എന്ന മകന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നു. ഈ നിയോഗങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ നിയോഗങ്ങളും അപേക്ഷകളും ഒക്കെ ദൈവത്തിന് മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. പുണ്യവാൻ വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒത്തിരി മക്കൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. നന്ദി സൂചകമായിട്ട് ഒത്തിരി മക്കൾ പറയാറുണ്ട്, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടോ, അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ നൽകിയിട്ടോ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കിട്ടുക. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മധ്യേ കർത്താവ് ഉണ്ടാകും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ഈ നിമിഷം ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ഓർക്കാം. അച്ഛൻ വായിച്ചു കേട്ട നിയോഗങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങളുമായിട്ട് സാമ്യമുണ്ടെങ്കിൽ ആ നിയോഗങ്ങൾ ഓർക്കുന്നതോടൊപ്പം നിങ്ങളുടെ നിയോഗങ്ങൾ കൂടി ചേർത്ത് വയ്ക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും, മക്കളുടെ ആവശ്യങ്ങളും, കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചുകൊണ്ട് പുണ്യവാൻ വഴി ദൈവം തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗാനം ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ആലപിക്കാം. शांति गेहतीने
യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെയും മാതാവും കന്യകയുമായ മറിയത്തിന്റെയും നീതിമാനായ മറിയോസേപ്പിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃത്തുക്കളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവ്വം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ഈ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്ക് ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച് ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.